ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ കേട്ടോ ഒന്നും നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് ഇതാ നേരത്തെ എണീച്ചു കേട്ടോ. എണീച്ച് ധനി ബേബി നല്ല ഉറക്കാണ്. അപ്പോൾ പിന്നെ രാവിലത്തെ അലക്കലും ഇതൊക്കെ കഴിഞ്ഞു വന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ എണീച്ചതിന് ശേഷം അവൾ കുറച്ച് വാശി പിടിച്ചു ധനി ബേബി. അപ്പോൾ എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മായിയാണ് ചോറൊക്കെ അടുപ്പത്തിട്ട് കേട്ടോ. അമ്മായി ചോറൊക്കെ അടുപ്പത്തിട്ടതിന് ശേഷം ഒന്ന് മോര് കറിയാണ് കേട്ടോ വെക്കണം. കുമ്പളങ്ങ മോരൊഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം അമ്മായി ഏതാ കുമ്പളങ്ങ നുറുക്കി തരികയാണ്. പിന്നെ അവർക്കുള്ള എന്തെങ്കിലുമൊക്കെ കാവത്ത് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ അതിനിടയിൽ ഞാൻ അടിച്ചുവാരലും ഇതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അടിച്ചുവാരലും ധനി ബേബിക്ക് കഴിക്കാൻ കൊടുക്കലും അവളെ കുടിപ്പിക്കൽ ഓരോരോ തിരക്കുകൾ കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യും, പറയും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്ന് അങ്ങോട്ട് മാറിക്കൂടെ ചേച്ചി, ആ പുതിയ വീട്ടിലേക്ക് അത് ശരിയാക്കിയിട്ട് അങ്ങോട്ട് മാറിക്കൂടെ എന്നൊക്കെ കേട്ടോ. ഞങ്ങൾ ആഗ്രഹിക്കണൊക്കെ ഉണ്ട്, പക്ഷെ പെട്ടെന്ന് ഇപ്പം അങ്ങോട്ട് മാറാൻ പറ്റിയൊരു സാഹചര്യമല്ല. അപ്പം അതുകൊണ്ടാണ് കുറേ പേര് ചോദിച്ചു, മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി നിങ്ങൾക്ക് അങ്ങോട്ട് മാറിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൂട്ടുകാരെ പെട്ടെന്ന് മാറാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ചായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയിട്ട് ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ. എന്നാലേ നമ്മുടെ പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഇതാ കറിയൊക്കെ അടുപ്പത്തായി കേട്ടോ. അവൾ ഉറക്കി കിടത്തിയിട്ടാണ് കഴിക്കാൻ കൊടുത്ത് ധനി ബേബീനെ ഉറക്കി. എന്നിട്ടൊക്കെ കേട്ടോ തൊട്ടിയിലിട്ട് ഉറക്കിയാൽ പെട്ടെന്ന് അവൾ ഉറങ്ങും കേട്ടോ. അപ്പോൾ അവളിനെയൊക്കെ ഉറക്കിയിട്ടാണ് ഞാൻ കറിയൊക്കെ അടുപ്പത്ത് വെച്ചത്. എന്നിട്ടാണ് അടിച്ചു വാരിയതും അതിൻ്റെ ഇടയിൽ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ക്യാബേജ് തോരനാണ്. അത് പിന്നെ അമ്മ ഇങ്ങനെ കൈകൊണ്ട് വയ്യെങ്കിലും ഇങ്ങനെ വെച്ചരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പലക കഷ്ണം ഉണ്ട്, അതിലിങ്ങനെ വെച്ച് ഇങ്ങനെ അരിഞ്ഞിട്ടൊക്കെ തന്നു കേട്ടോ. അതുകൊണ്ട് അതൊരു സഹായമായി. പിന്നെ വലിയമ്മായി പിന്നെ കറിക്കൊക്കെ നുറുക്കി തന്നു. കുമ്പളങ്ങ മാത്രമേ ഉള്ളൂ കേട്ടോ, കുമ്പളങ്ങ മാത്രം ഒന്ന് അരിഞ്ഞ് തന്നു. പിന്നെ ഞാൻ എനിക്ക് തേങ്ങയൊക്കെ ഒഴിച്ചു. തേങ്ങയൊക്കെ ഒന്ന് തിളച്ച് വന്ന് ഒന്ന് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം കുറച്ച് തൈര് ഉണ്ടായിരുന്നു. തൈര് മേടിച്ച സാധാ നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന തൈര് തന്നെ കേട്ടോ. അപ്പോൾ ആ തൈരാണ് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ടയൊക്കെ മാറ്റിയിട്ട് അതിലൊഴിച്ചു. മോരാകുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ തിളയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണമല്ലോ. തള പൊന്തുന്നതിന് മുന്നേ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ കൊടുക്കണം, എന്ന് ചൂടാവാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാനതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. പിന്നെ അതിനൊക്കെ മെസ്സേജുകളൊക്കെ എല്ലാവരും അയച്ചു കേട്ടോ. അപ്പോൾ ആ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അതെങ്ങനെ നമ്മൾ പറഞ്ഞാലൊന്നും പറഞ്ഞു തീർക്കാവുന്നതിലപ്പുറം സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ മുന്നോട്ട് ഇനിയും വേണം. ധനി ബേബിക്ക് ചോറൂണ് കഴിഞ്ഞു. ഞങ്ങളുടെ കാവത്ത് തന്നെയായിരുന്നു ചോറൂണ് കേട്ടോ. അവിടെ അവൾക്ക് ഇങ്ങനെ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേർച്ച വന്നാൽ നമ്മളിങ്ങനെ നേർന്നതാണ് ഇങ്ങനെ ചോറ് കൊടുക്കാന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇതൊക്കെ കഴിയുകയും ചെയ്തു. അപ്പോൾ അത് 2 ദിവസം വീഡിയോ ഇടാനൊക്കെ വൈകി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ മോരുകറിയൊക്കെ ആയി, താളിച്ചു. അങ്ങനെ ക്യാബേജ് തോരൻ അടുപ്പത്ത് വെച്ചു കേട്ടോ. ഏട്ടൻ ഉച്ചയ്ക്ക് ചിലപ്പോൾ വിശന്നിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ രാവിലെ ചിലപ്പോൾ ഒന്നും കടിയൊന്നും ഉണ്ടാക്കില്ല രാവിലെ കേട്ടോ. അപ്പോൾ അവൾക്ക് കഴിക്കാൻ കൊടുക്കാനൊക്കെ തുടങ്ങിയത് മുതൽ എനിക്ക് എല്ലാവർക്കും കൂടി ചായയും കടിയും എല്ലാം കൂടി ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ് രാവിലെ കേട്ടോ. അപ്പം ചായക്ക് കടി ഉണ്ടാക്കാത്തതുകൊണ്ട് ചിലപ്പോൾ രാവിലെ ചിലപ്പോൾ കഴിക്കും, പുറത്തുനിന്നൊക്കെ കഴിക്കും കേട്ടോ ഏട്ടനെ. അത് ചിലപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വിശന്നിട്ടായിരിക്കും വരിക. അങ്ങനെ ചോറും കറിയും എല്ലാം ആയി. ഏട്ടപ്പോൾ വരും കേട്ടോ. അപ്പോഴത്തേന് ഇനി ഒരു മുട്ട പൊരിച്ചതും കൂടി ഉണ്ടാക്കി വെക്കണം. കാരണം മുട്ട മസ്റ്റാണ്. മുട്ട പൊരിച്ചതില്ലെങ്കിൽ ചോറുണ്ണാൻ ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ ഒരു മീനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഉണക്ക മീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, കഴിച്ചോളൂ കേട്ടോ. പിന്നെ അവർ ചെറുപ്പം മുതൽ അങ്ങനെ കഴിച്ച് ശീലിച്ചതാണ് മുട്ടയൊക്കെ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും വീണ്ടും പറയാം കേട്ടോ. കുഞ്ഞ ചാനലാണ്, നമ്മൾ കയറി വരുന്നതൊക്കെ ഉള്ളൂ. മോണിറ്റൈസേഷനൊന്നും ആവാനായിട്ടില്ല, വാച്ച് അവർ ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അതാണ് വീണ്ടും വീണ്ടും പറയണത്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഏട്ടൻ വന്നു ഭക്ഷണം കൊടുത്തു, അമ്മായി കഴിച്ചു, പിന്നെ അമ്മയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം കുറച്ച്
സാമ്പാറുണ്ടായിരുന്നു. അത് വേഗം പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് ചൂടാക്കിയിട്ട് അത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ വേഗം അത് പിന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റായി പോവില്ല. നമ്മൾ അത്രയും കാശൊക്കെ കൊടുത്ത് മേടിക്കണമല്ലോ പച്ചക്കറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.